നമസ്കാരം, എല്ലാവർക്കും മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബിസിനസ് പരിസ്ഥിതിയുടെ വിവിധ ഘടകങ്ങൾ നമ്മൾ നോക്കി. അതിൽ ആദ്യമായിട്ട് നോക്കിയത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് സാമ്പത്തിക പരിസ്ഥിതി എന്ന് മനസ്സിലാക്കി. അതിനുശേഷം നമ്മൾക്ക് ഇന്ത്യയുടെ സാമ്പത്തിക പരിസ്ഥിതിയെക്കുറിച്ച് മനസ്സിലാക്കാം എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക പരിസ്ഥിതിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് ഏതൊരു സാമ്പത്തിക പരിസ്ഥിതിയെ നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് ചില കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക പരിസ്ഥിതിയെക്കുറിച്ച് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ആ ഘടകങ്ങളെന്ന് വെച്ചാൽ സാമ്പത്തിക പുരോഗതിയുടെ വിവിധ ഘട്ടങ്ങൾ എന്തെല്ലാമായിരുന്നു, അല്ലെങ്കിൽ ആ രാജ്യം സാമ്പത്തിക പുരോഗതിയുടെ ഏതെല്ലാം ഘട്ടങ്ങളിലൂടെയാണ് കടന്നു വന്നിട്ടുള്ളത്, അതുപോലെ തന്നെ ആ രാജ്യത്ത് നിലനിൽക്കുന്ന സാമ്പത്തിക സ്ഥിതി എന്താണ്, പൊതുമേഖലയിലും സ്വകാര്യ മേഖലയ്ക്ക് എത്ര പ്രാധാന്യമുണ്ട്, പൊതുമേഖലയ്ക്ക് എത്ര പ്രാധാന്യം നൽകിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക നയങ്ങൾ എന്താണ്, പിന്നെ അതുപോലെ തന്നെ ആൾക്കാരുടെ വരുമാനം, ദേശീയ വരുമാനം, ആളോഹരി വരുമാനം എന്നുള്ളതെല്ലാം എത്രയാണ്, അതേപോലെ തന്നെ മറ്റുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ധനകാര്യ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ്. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഏതൊരു രാജ്യത്തിൻ്റെയും സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതിയെ മനസ്സിലാക്കുന്ന സമയത്തും ഈ ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, 3 സ്റ്റേജസ് ആയിട്ട്, 3 ഘട്ടങ്ങളിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് മനസ്സിലാക്കേണ്ടതായിട്ട് വരും. ആദ്യത്തെ ഘട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്ന സമയത്ത്, ഇന്ത്യ എന്നുള്ളൊരു രാജ്യം നിലവിൽ വരുന്നത് 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് ബ്രിട്ടീഷുകാർ സ്വാതന്ത്ര്യം നൽകുന്നതോടുകൂടിയാണ്. അപ്പോൾ അല്ലെങ്കിൽ ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്ന സമയത്ത്, ആ സമയത്ത് ഇന്ത്യയുടെ സാമ്പത്തിക അവസ്ഥ എങ്ങനെയായിരുന്നു. അതിനുശേഷം 1947 സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ വേണ്ടി സർക്കാർ ഏത് തരത്തിലുള്ള നയങ്ങളാണ് സ്വീകരിച്ചത്. ഇപ്പോൾ നമ്മൾ രണ്ടാമത് മനസ്സിലാക്കേണ്ടത് 1947 സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ സർക്കാർ സ്വീകരിച്ച നയം എന്തായിരുന്നു. മൂന്നാമത് മനസ്സിലാക്കേണ്ടത് ആ നയങ്ങൾ എങ്ങനെ നടപ്പിലാക്കാൻ കഴിഞ്ഞു, അത് വിജയത്തിലേക്ക് എത്തിയ പരാജയപ്പെട്ടെങ്കിൽ ആ നയത്തിന് എന്ത് മാറ്റങ്ങൾ വരുത്തി. ഈ 3 ഘട്ടങ്ങളിലായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആദ്യം നമ്മുടെ സ്വാതന്ത്ര്യം നേടുന്ന സമയത്ത് ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും കൃഷിയെയും ഗ്രാമീണ മേഖലയെയും ആശ്രയിച്ചിട്ടായിരുന്നു അന്നത്തെ ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥ. കൃഷിയും ഗ്രാമീണ മേഖല തൊഴിലുമായിരുന്നു അന്ന് ഏറ്റവും കൂടുതൽ ഗ്രാമീണ മേഖലയിലായിരുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോലി ചെയ്തിരുന്നത്. 70% പേർ ജോലി ചെയ്തിരുന്നത് കാർഷിക മേഖലയിലായിരുന്നു. 85%-ലധികം ആൾക്കാർ താമസിച്ചിരുന്നത് ഗ്രാമീണ മേഖലയിലായിരുന്നു. അതുപോലെ തന്നെ ഉൽപ്പാദന പ്രക്രിയ മുഴുവൻ പരമ്പരാഗതമായിട്ട് രീതിയിലായിരുന്നു. അതേപോലെ തന്നെ പൊതുജനാരോഗ്യ സംവിധാനം കൃത്യമായിട്ട് നടപ്പാക്കാത്തത് മൂലം ഒരുപാട് രോഗങ്ങൾ പടർന്നു പിടിച്ച അവസ്ഥയായിരുന്നു. അപ്പോൾ ഇതായിരുന്നു ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത്. അപ്പോൾ ഗ്രാമീണ മേഖലയ്ക്കും കാർഷിക മേഖലയ്ക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള, അല്ലെങ്കിൽ ആ മേഖലയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു സാമ്പത്തിക സ്ഥിതിയായിരുന്നു ഇന്ത്യക്ക് 1947 സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഗ്രാമീണ മേഖലയിലും കാർഷിക മേഖലയിലും അതിലുണ്ടാവേണ്ട അതിൽ വളർച്ച കൈവരിക്കാനും അതുപോലെ തന്നെ പൊതുമേഖലയെ ശക്തിപ്പെടുത്താനും വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, ഇന്ത്യയുടെ ഗവൺമെൻറ് 1947 മുതൽ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ പൊതുമേഖലയ്ക്ക് അമിത പ്രാധാന്യം നൽകിയിട്ടുള്ള സാമ്പത്തിക നയങ്ങളാണ് ഇന്ത്യയുടെ ഗവൺമെൻറ് സ്വീകരിച്ചിരുന്നത്. സ്വകാര്യ മേഖലയെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാതെ എല്ലാ വിധത്തിലുള്ള സാമ്പത്തിക പ്രവർത്തനം, എല്ലാ തരത്തിലുള്ള വ്യവസായങ്ങളും പൊതുമേഖലയിൽ ആരംഭിച്ചുകൊണ്ട്, പൊതുമേഖല എന്ന് പറയുന്ന സമയത്ത് ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിൽ, ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിൽ തന്നെ എല്ലാ തരത്തിലുള്ള ബിസിനസ്സുകളും, അത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന്, അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാനുള്ളതായിക്കോട്ടെ, അതല്ല നമ്മുടെ വിദ്യാഭ്യാസവും ആരോഗ്യവും മറ്റുള്ള തരത്തിലുള്ള കച്ചവടങ്ങളും എല്ലാം പൊതുമേഖലയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു നയമാണ് ഇന്ത്യയിൽ സ്വീകരിച്ചത്. സ്വകാര്യ മേഖല ഒരിക്കലും എന്ത് ചെയ്തില്ല, വ്യാപാര മേഖലയിലേക്ക് കടന്നു വരാൻ ഒരുപാട് നിയന്ത്രണങ്ങൾ വെച്ച് ഒരിക്കലും സ്വകാര്യ മേഖലയ്ക്ക് ഒരു പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്നില്ല.
ഇങ്ങനെ പൊതുമേഖലയ്ക്ക് പ്രാധാന്യം നൽകിയിട്ടുള്ള ഒരു നയം നടപ്പിലാക്കിയത് മൂലം ഇന്ത്യയുടെ സാമ്പത്തിക മേഖല വളരെ തകർച്ച നേരിടുകയാണ് ചെയ്തത്. കാരണം ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങൾ ഒരിക്കലും ലാഭത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവയായിരുന്നില്ല, സേവനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സ്ഥാപനങ്ങൾക്കൊന്നും ഉദ്ദേശിച്ച ലക്ഷ്യം നേടിയെടുക്കാൻ കഴിഞ്ഞില്ല. ഇന്ത്യയിലെ സാമ്പത്തിക അവസ്ഥ വളരെ മോശമായി, ആളോഹരി വരുമാനമൊക്കെ വളരെ താഴെയായിരുന്നു. അതേപോലെ തന്നെ ഒരുപാട് തരത്തിലുള്ള എക്കണോമിക് ക്രൈസിസ്, സാമ്പത്തിക സ്ഥിതി വളരെയധികം മോശമായി. അതുപോലെ വിദേശ നാണയത്തിലൊക്കെ ഒരുപാട് കുറവൊക്കെ നേരിട്ടപ്പോൾ 1991 ഇന്ത്യൻ ഗവൺമെൻറ് എന്ത് ചെയ്തു? ആ സാമ്പത്തിക നയത്തിൽ മാറ്റം വരുത്താൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ 1991 വരെ, സ്വാതന്ത്ര്യത്തിന് ശേഷം 1991 വരെ പൊതുമേഖലയ്ക്ക് പ്രാധാന്യം നൽകിയ ഒരു സാമ്പത്തിക നയമാണ് ഇന്ത്യൻ സർക്കാർ സ്വീകരിച്ചിരുന്നത്. 1991 ശേഷം സർക്കാരുകൾ മനസ്സിലാക്കി പൊതുമേഖല എന്നുള്ളത് സേവനം നൽകാൻ വേണ്ടി മാത്രം നിലകൊള്ളേണ്ടവയാണ്. ലാഭമുണ്ടാക്കുക അല്ലെങ്കിൽ ബിസിനസ് നടത്തുക എന്നുള്ളത് പൊതുമേഖലയ്ക്ക് കഴിയാത്ത ഒരു കാര്യമാണ്. അല്ലെങ്കിൽ സേവനം നൽകലും ലാഭം നേടലും ഒരേപോലെ കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളത് സർക്കാരുകൾ മനസ്സിലാക്കിയതിന് ശേഷം എന്ത് ചെയ്തു? സ്വകാര്യ മേഖലയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ള പുതിയ ഒരു നയം പ്രഖ്യാപിച്ചു 1991. ആ നയത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില വ്യവസ്ഥകൾ അത് പറഞ്ഞിരിക്കുന്നത്, നിർബന്ധിത ലൈസൻസിങ് 6 വ്യവസായങ്ങൾക്ക് മാത്രമായിട്ട് പരിമിതപ്പെടുത്തി. അതേപോലെ തന്നെ തന്ത്രപ്രധാനമായ 4 വ്യവസായങ്ങൾ മാത്രം പൊതുമേഖലയിൽ മാറ്റിവെച്ച് ബാക്കിയുള്ളതൊക്കെ ഏതിന് വിട്ടുകൊടുത്തു? സ്വകാര്യ മേഖലയ്ക്ക് വിട്ടുകൊടുത്തു. അത് ദേശീയ സുരക്ഷ പോലുള്ള വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള 4 മേഖലകൾ മാത്രം പൊതുമേഖലയിൽ നിർത്തി. ബാക്കിയുള്ള മേഖലയിലൊക്കെ സ്വകാര്യ വ്യക്തികൾക്ക് ബിസിനസ് സ്ഥാപനങ്ങൾ തുടങ്ങാനുള്ള അവസരങ്ങൾ നൽകി. അതായത് പൊതു സ്ഥാപനങ്ങളിൽ ഓഹരി വിറ്റഴിക്കൽ നടപ്പിലാക്കി. പൊതുസ്ഥാപനങ്ങൾ ഓഹരി ആർക്ക് വിറ്റു? സ്വകാര്യ വ്യക്തികൾക്ക് വിറ്റു. ഇന്ത്യയിലെ ചില വ്യവസായങ്ങളിൽ 100% വരെ വിദേശ നിക്ഷേപം അനുവദിച്ചു. അന്ന് വരെ വിദേശത്തിലുള്ള ആൾക്കാർക്ക് ഇന്ത്യയിലൊന്നും കച്ചവടം നടത്താൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഒരുപാട് നിയന്ത്രണങ്ങളുണ്ടായിരുന്നു. ആ നിയന്ത്രണങ്ങളൊക്കെ ഒഴിവാക്കി 100% വരെ വിദേശ നിക്ഷേപം അനുവദിച്ചു. അതേപോലെ തന്നെ വിദേശ കമ്പനികളുമായി സാങ്കേതിക കരാറിൽ ഏർപ്പെടാൻ അനുവദിച്ചു. അതുപോലെ ഇന്ത്യയിലേക്ക് വിദേശ നിക്ഷേപം ആകർഷിക്കുന്നതിനായി വിദേശ നിക്ഷേപ പ്രോത്സാഹന ബോർഡുകൾ രൂപീകരിച്ചു. അപ്പോൾ നമുക്ക് ഈ പോയിന്റ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. പൊതുമേഖലയുടെ പ്രാധാന്യം ബിസിനസ് രംഗത്ത്, സേവന രംഗത്തല്ല, വ്യാപാര രംഗത്ത് പൊതുമേഖലയുടെ പ്രാധാന്യം കുറച്ച് കൊണ്ടുവരികയും സ്വകാര്യ മേഖലയ്ക്ക് വ്യാപാര രംഗം പൂർണ്ണമായിട്ടും ഒഴിഞ്ഞു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളൊരു നയമാണ് 1991 ശേഷം വന്ന സർക്കാരുകൾ എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഫലമായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 കാര്യങ്ങൾ, 3 റീഫോംസ് ഇന്ത്യയിൽ നടപ്പിലാക്കി. 3 തരത്തിലുള്ള റീഫോം, 3 തരത്തിലുള്ള മാറ്റങ്ങൾ ഇന്ത്യയിൽ നടപ്പിലാക്കി. അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള സാമ്പത്തിക നയത്തിൻ്റെ 3 പ്രധാനപ്പെട്ട നയങ്ങൾ നടപ്പിലാക്കിയവയാണ് ഉദാരവൽക്കരണവും സ്വകാര്യവൽക്കരണവും ആഗോളവൽക്കരണവും. അപ്പോൾ മുകളിൽ പറഞ്ഞ ആ നയങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ഇന്ത്യൻ സർക്കാരുകൾ സ്വീകരിച്ച നയങ്ങളാണ് ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, പിന്നെ ആഗോളവൽക്കരണം. അതിൽ ആദ്യം നോക്കുന്നതാണ് എന്താണ് ലിബറലൈസേഷൻ അല്ലെങ്കിൽ ഉദാരവൽക്കരണം. എന്താണ് ലിബറലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ലിബറലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദ്യം 1991 വരെ ഇന്ത്യയിൽ ബിസിനസ് തുടങ്ങണമെങ്കിൽ ഒരുപാട് തരത്തിലുള്ള നിയന്ത്രണങ്ങളുണ്ടായിരുന്നു. ഒരുപാട് തരത്തിലുള്ള ലീഗൽ റെസ്ട്രിക്ഷൻസ്, നിയമപരമായിട്ടുള്ള നിയന്ത്രണങ്ങളുണ്ടായിരുന്നു. ആ നിയന്ത്രണങ്ങൾ ലഘൂകരിക്കുകയോ ഇല്ലാതാക്കുകയോ ചെയ്യുക. ബിസിനസ് സ്ഥാപനങ്ങൾ തുടങ്ങാൻ, സ്വകാര്യ വ്യക്തികൾക്ക് ബിസിനസ് സ്ഥാപനങ്ങൾ തുടങ്ങാനുള്ള നിയന്ത്രണങ്ങളെ ലഘൂകരിക്കുക കുറച്ചു കൊണ്ടുവരിക അല്ലെങ്കിൽ ഇല്ലാതാക്കുക. അങ്ങനെ ചെയ്യുന്ന പ്രവർത്തനത്തിന് വിളിക്കുന്ന പേരാണ് ലിബറലൈസേഷൻ. അതുമൂലം നടപ്പാക്കിയ കാര്യങ്ങൾ ചെറിയ വിഭാഗം വ്യവസായം ഒഴികെയുള്ളതുമായി ബന്ധപ്പെട്ട ലൈസൻസിങ്ങിൻ്റെ ആവശ്യകത ഒഴിവാക്കി. അപ്പോൾ ലൈസൻസ് എടുക്കണമെന്നുള്ളൊരു നിബന്ധന ഉണ്ടായിരുന്നു. ആ നിബന്ധന ഒഴിവാക്കി. ബിസിനസ്സിൻ്റെ വിപുലീകരണവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ സ്ഥാപനങ്ങൾക്ക് പൂർണ്ണ അധികാരം നൽകി. ചെറുകിട സ്ഥാപനമായിട്ട് തുടങ്ങി അത് വിപുലീകരിക്കണമെങ്കിൽ അതിനുള്ള തീരുമാനം ആർക്ക് സ്വന്തമായിട്ട് എടുക്കാം? സ്ഥാപനങ്ങൾക്ക് സ്വന്തമായിട്ട് എടുക്കാമെന്നുള്ളൊരു
തീരുമാനം കൊണ്ടുവന്നു. അതേപോലെ തന്നെ നടപ്പാക്കിയ മറ്റുള്ള കാര്യങ്ങളാണ് സാധനങ്ങൾ സേവനങ്ങളുടെ ചരക്ക് നീക്കവുമായിട്ട് ബന്ധപ്പെട്ട തടസ്സങ്ങളെല്ലാം നീക്കി, അതേപോലെ തന്നെ വില നിശ്ചയിക്കാനുള്ള നിയന്ത്രണങ്ങൾ എടുത്തു കളഞ്ഞു, കയറ്റുമതി ഇറക്കുമതി നടപടികൾ രൂപീകരിച്ചു, വിദേശ നിക്ഷേപവും സാങ്കേതികവിദ്യയും എളുപ്പത്തിൽ ആകർഷിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു. ഈ കാര്യങ്ങളെല്ലാമാണ് എന്ത് ചെയ്തത്, ഉദാരവൽക്കരണത്തിലൂടെ. അപ്പോൾ ഉദാരവൽക്കരണം കൊണ്ട് മെയിനായിട്ടും ഉദ്ദേശിക്കുന്നത് നിയമപരമായിട്ടുള്ള നിയന്ത്രണങ്ങൾ, ബിസിനസ് തുടങ്ങാനും ബിസിനസ് ആരംഭിക്കാനും അത് പ്രവർത്തിപ്പിക്കാനും ഉള്ള നിയമപരമായിട്ടുള്ള നിയന്ത്രണങ്ങൾ എടുത്തു കളഞ്ഞു. ദ ലീഗൽ റെസ്ട്രിക്ഷൻസ് വെർ അബോളിഷ്ഡ് ടു സ്റ്റാർട്ട് ആൻഡ് റൺ എ ബിസിനസ്. ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങാനും അത് റൺ ചെയ്യാനുള്ള നിയമപരമായിട്ടുള്ള നിയന്ത്രണങ്ങൾ എടുത്തു കളയുക. അതാണ് നമ്മൾ എന്ത് പറയുന്നത്, ലിബറലൈസേഷൻ അല്ലെങ്കിൽ ഉദാരവൽക്കരണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി രണ്ടാമത് സ്വീകരിച്ച നയമാണ് പ്രൈവറ്റൈസേഷൻ അല്ലെങ്കിൽ സ്വകാര്യവൽക്കരണം. ലിബറലൈസേഷൻ കഴിഞ്ഞാൽ, ഉദാരവൽക്കരണം കഴിഞ്ഞാൽ രണ്ടാമത് സ്വീകരിച്ച നയമാണ് പ്രൈവറ്റൈസേഷൻ അല്ലെങ്കിൽ സ്വകാര്യവൽക്കരണം. സ്വകാര്യവൽക്കരണത്തിൽ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊതുമേഖലയ്ക്ക് മാത്രമായി ഉണ്ടായിരുന്ന ബിസിനസ് സ്ഥാപനങ്ങളെ അല്ലെങ്കിൽ പൊതുമേഖല മാത്രം പ്രവർത്തിച്ചിരുന്ന ബിസിനസ് മേഖലയിലേക്ക് സ്വകാര്യ വ്യക്തികൾക്കും കൂടി അനുവാദം നൽകി. അപ്പോൾ സ്വകാര്യ വ്യക്തികൾക്ക് ബിസിനസ് തുടങ്ങാനുള്ള അനുവാദം നൽകി. ഈ അനുവാദം നൽകിയത് പല രീതികളിലുണ്ടായിരുന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യ വ്യക്തികൾക്ക് വിറ്റതിലൂടെയും എന്ത് ചെയ്തു, പൊതുമേഖലയിൽ മാത്രം നിലനിന്നിരുന്ന ബിസിനസ്സിലേക്ക് സ്വകാര്യ മേഖലയ്ക്ക് അനുവാദം നൽകി. അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികൾക്ക് പുതിയ പുതിയ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിലൂടെയും. രണ്ട് രീതിയിലൂടെയാണ്. ഒന്ന്, പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യ വ്യക്തികൾക്ക് വിൽക്കുന്നതിലൂടെ ചില മേഖലയിലേക്ക് എന്ത് ചെയ്തു, സ്വകാര്യ വ്യക്തികൾക്ക് അനുവാദം നൽകി. അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളും ഉണ്ടാവും, അതേപോലുള്ള സ്വകാര്യ സ്ഥാപനങ്ങളും തുടങ്ങും. അങ്ങനെ വരുന്ന സമയത്തും എന്ത് ചെയ്യാം, ആ മേഖലയിലേക്ക് സ്വകാര്യ വ്യക്തികൾക്ക് കടന്നു വരാനായിട്ട് കഴിയും. അപ്പോൾ സ്വകാര്യവൽക്കരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. പൊതുമേഖല മാത്രം പ്രവർത്തിച്ചിരുന്ന ബിസിനസ് സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ രംഗങ്ങളിലേക്ക് സ്വകാര്യ മേഖലയിലെ വ്യക്തികൾക്കും എന്ത് ചെയ്തു, ബിസിനസ് തുടങ്ങുവാനുള്ള അനുവാദം കൊടുത്തു. അപ്പോൾ ഗവൺമെൻറ് മാത്രം നടത്തിയിരുന്ന ബിസിനസ്സിന് ആർക്കും കൂടി അനുവാദം കിട്ടി, സ്വകാര്യ വ്യക്തികൾക്കും കൂടി അനുവാദം കിട്ടി. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, പണ്ട് നമ്മൾ പോസ്റ്റൽ ഇന്ത്യയിലെ പോസ്റ്റ് ഓഫീസിൽ ഇന്ത്യൻ പോസ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് ലെറ്റർ അയക്കാനൊക്കെ ഒരു പോസ്റ്റ് സർവീസ്, ഇന്ത്യൻ പോസ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഒരുപാട് കൊറിയർ സർവീസുകൾ, പ്രൈവറ്റ് കൊറിയർ സർവീസുകൾ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ പണ്ട് ടെലിഫോണിൽ BSNL മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഫോൺ സർവീസിന് BSNL മാത്രമായിരുന്നു ഇന്ത്യയിൽ ആകെ ഉണ്ടായിരുന്ന ടെലിഫോണുള്ള ഓപ്പറേറ്റർ. പക്ഷേ ഇപ്പോൾ എങ്ങനെയാണ്, BSNL മാത്രമല്ല, ഐഡിയ ഉണ്ട്, വോഡോഫോൺ ഉണ്ട്, ജിയോ ഉണ്ട്. അപ്പോൾ BSNL മാത്രം ഉണ്ടായ മേഖലയിലേക്ക് സ്വകാര്യ വ്യക്തികളും വന്നു. ഇനി മറ്റൊരു രീതിയിൽ നടപ്പാക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് ഞാൻ രണ്ടാമത് പറഞ്ഞത്, ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനങ്ങൾ മാത്രമുള്ള മേഖലയെ എന്ത് ചെയ്തു, സ്വകാര്യ വ്യക്തികൾക്കും കൂടി അനുവദിച്ചു. ഇനി ആദ്യം പറഞ്ഞത് ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനങ്ങൾ എന്ത് ചെയ്തു, അത് ഡിസിൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളൊരു പ്രക്രിയയിലൂടെ എന്ന പ്രക്രിയയിലൂടെ ആർക്കും കൂടി അത് വിറ്റഴിച്ചു. സ്വകാര്യ വ്യക്തികൾക്ക്, പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യ വ്യക്തികൾക്ക് വിറ്റു. അതിലൂടെയും എന്ത് ചെയ്തു, സ്വകാര്യവൽക്കരണം നടപ്പിലാക്കി. അപ്പോൾ ഈ സ്വകാര്യവൽക്കരണം നടപ്പിലാക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണ്, പൊതുമേഖലാ സ്ഥാപനങ്ങളാണെങ്കിൽ, ഗവൺമെൻറ് സ്ഥാപനങ്ങളാണെങ്കിൽ സേവനത്തിനാണ് പ്രാധാന്യം കൊടുക്കുക, ലാഭത്തിനല്ല പ്രാധാന്യം. സേവനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങളിൽ ഒരുപാട് പിഴവുകൾ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ സ്വകാര്യ വ്യക്തികൾ വരുന്ന സമയത്ത് എന്താവും, അവർ ലാഭത്തിന് പ്രാധാന്യം നൽകും. ലാഭത്തിന് പ്രാധാന്യം നൽകി ലാഭത്തിന് വേണ്ടിയുള്ള പ്രവർത്തിക്കുന്ന കമ്പനികളാവുന്ന സമയത്ത് കസ്റ്റമേഴ്സിന് കുറച്ചുകൂടി നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കിട്ടും. അതാണ് സ്വകാര്യവൽക്കരണം നടത്തുന്നതിലൂടെ ഗവൺമെൻറ് ലക്ഷ്യമാക്കിയത്. പിന്നെ എന്ത് ചെയ്തു, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, നഷ്ടമുണ്ടാക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ഗവൺമെൻറ്റിന് ഒരുപാട് നഷ്ടമുണ്ടാക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്ത് ചെയ്തു, സ്വകാര്യ വ്യക്തികൾക്ക് വിറ്റു. വിൽക്കുന്ന സമയത്ത് പിന്നെ ഭാവിയിൽ ഗവൺമെൻറ്റിന് നഷ്ടം സഹിക്കേണ്ടി വരില്ല. ഇത് വിൽക്കുന്ന സമയത്ത് കുറച്ച് പൈസ ഗവൺമെൻറ്റിന് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള പലവിധ ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സ്വകാര്യവൽക്കരണം നടപ്പിലാക്കിയത്. ഇനി മൂന്നാമത് നടപ്പിലാക്കിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നയമാണ് ഗ്ലോബലൈസേഷൻ അല്ലെങ്കിൽ ആഗോളവൽക്കരണം.
അടഞ്ഞ സാമ്പത്തിക വ്യവസ്ഥയിൽ നിന്നും ഒരു തുറന്ന സാമ്പത്തിക വ്യവസ്ഥയിലേക്കുള്ള മാറ്റമാണ് ഗ്ലോബലൈസേഷൻ. അതായത് പണ്ട് ഇന്ത്യയിൽ കച്ചവടം നടത്തണമെങ്കിൽ ഇന്ത്യൻ കമ്പനികൾക്ക്, ഇന്ത്യയിൽ രൂപീകരിച്ച കമ്പനികൾക്ക് മാത്രമേ ഇന്ത്യയിൽ കച്ചവടം നടത്താൻ കഴിയുള്ളൂ. അത് ഓരോ രാജ്യത്തും അങ്ങനെ ഒരുപാട് നിയന്ത്രണങ്ങളുണ്ടായിരുന്നു. അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് കയറ്റുമതിയും ഇറക്കുമതിയും ചെയ്യാനൊക്കെ ഒരുപാട് നിബന്ധനകളുണ്ടായിരുന്നു. മറ്റു രാജ്യത്തുള്ള കമ്പനികൾക്ക് ഇന്ത്യയിലേക്ക് വരാനും ഇന്ത്യയിൽ പ്രവർത്തിക്കാനും ഒരുപാട് നിയന്ത്രണങ്ങളുണ്ടായിരുന്നു. ആ നിയന്ത്രണങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഒരു ആഗോള വിപണി എന്നുള്ള രീതിയിലേക്ക് എല്ലാ രാജ്യങ്ങളും മാറി. ഇന്ത്യയിൽ മാത്രമല്ല ഈ ഒരു മാറ്റം വന്നിട്ടുള്ളത്, എല്ലാ രാജ്യങ്ങളും മാറി. ആ മാറ്റത്തിനോടൊപ്പം ഇന്ത്യയും ചേരുകയാണ് ചെയ്തത്. അപ്പോൾ രാജ്യത്തിൻ്റെ അതിർത്തികൾ എന്തിന് തടസ്സമാവുന്നില്ല? കച്ചവടത്തിന് അല്ലെങ്കിൽ ബിസിനസ് പ്രവർത്തനങ്ങൾക്ക് തടസ്സമാവുന്നില്ല എന്നുള്ള ഈ രാജ്യത്തിൻ്റെ അതിർത്തികൾ ബിസിനസ്സിന് തുടർന്ന് കൊടുക്കുക. ബിസിനസ് പ്രവർത്തനങ്ങൾ നടത്താൻ രാജ്യത്തിൻ്റെ അതിർത്തികൾ ഒരിക്കലും തടസ്സമാവാതെ ഒരു ആഗോള വിപണി എന്നുള്ളത് നിലവിൽ വരുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഗ്ലോബലൈസേഷൻ അല്ലെങ്കിൽ ആഗോളവൽക്കരണം എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ആഗോളവൽക്കരണത്തിലൂടെ നമ്മൾ ചെയ്തത് വിദേശ കമ്പനികൾക്ക് ഇന്ത്യയിൽ നേരിട്ടോ അല്ലെങ്കിൽ അല്ലാതെയും ബിസിനസ് നടത്താൻ അനുവാദം നൽകുകയാണ്. ഒന്നുകിൽ എന്ത് ചെയ്യാം, അവർക്ക് നേരിട്ട് ഇന്ത്യയിൽ കച്ചവടം നടത്താം, അല്ലെങ്കിൽ മറ്റുള്ള ഒരു ഇന്ത്യയിലുള്ള ഏതെങ്കിലും കമ്പനിയുമായി ചേർന്നുകൊണ്ട് ഇന്ത്യയിൽ കച്ചവടം നടത്താം എന്നുള്ള അനുവാദം നൽകി. ആദ്യം നേരിട്ട് എന്ത് ചെയ്തു, ബിസിനസ് നടത്താനുള്ള അനുവാദം ആദ്യം നൽകിയിരുന്നില്ല. ആദ്യം എന്ത് ചെയ്തു, ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഒരു പാർട്ട്ണർ, ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഒരു കമ്പനിയുമായി സഹകരിച്ചതിന് ശേഷം അവർക്ക് കച്ചവടം നടത്താമെന്നുള്ളൊരു അനുവാദമാണ് ആദ്യം കൊടുത്തത്. പിന്നീട് എന്ത് ചെയ്തു, ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വിദേശ രാജ്യങ്ങളിലുള്ള കമ്പനികൾക്ക് നേരിട്ട് തന്നെ എന്ത് ചെയ്തു, ഇന്ത്യയിൽ കച്ചവടം നടത്താനുള്ള അനുവാദം കൊടുത്തു. അതിൻ്റെയൊക്കെ ഒരു ചേഞ്ച് ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് അന്താരാഷ്ട്ര തലത്തിൽ കിട്ടുന്ന എല്ലാ പ്രൊഡക്റ്റുകളും നമുക്ക് ഇന്ത്യയിലുള്ള വിപണികളിലും നമുക്കിന്ന് ലഭ്യമാണ്. നമുക്ക് മറ്റു രാജ്യങ്ങളുടെ വിദേശ നിർമ്മിതമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് ഇന്ത്യയിൽ ലഭ്യമാകാൻ തുടങ്ങി. അല്ലെങ്കിൽ വിദേശ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ വളരെ സർവ്വസാധാരണമായിട്ട് ലഭ്യമാകാൻ തുടങ്ങിയത് ഇങ്ങനെ ആഗോളവൽക്കരണം നടപ്പിലാക്കിയത് മൂലമാണ്. ഇതുമൂലം ഇന്ത്യൻ കമ്പനികൾക്കും ഗുണം ലഭിച്ചിട്ടുണ്ട്. കാരണം ഇന്ത്യൻ കമ്പനികൾക്ക് മറ്റു രാജ്യങ്ങളിൽ പോയി കച്ചവടം നടത്താൻ കഴിഞ്ഞു. മറ്റു രാജ്യങ്ങളിലുള്ള കമ്പനികൾക്ക് ഇന്ത്യയിലും വന്ന് കച്ചവടം നടത്താൻ കഴിഞ്ഞു. അങ്ങനെ മറ്റു രാജ്യ കമ്പനികൾ ഇന്ത്യയിൽ വന്ന സമയത്ത് അവരുടെ ടെക്നോളജിയും കൂടി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്തു, ഇന്ത്യക്കാർക്ക് പുതിയ ടെക്നോളജികൾ ലഭിക്കാനും പുതിയ സാങ്കേതിക വിദ്യ മനസ്സിലാക്കാനും അതിനനുസരിച്ച് ഇന്ത്യക്കാർക്ക് പുരോഗമനം കൈവരുത്താനൊക്കെ ഈ ആഗോളവൽക്കരണം സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്ത്യയിൽ നടപ്പിലാക്കിയുള്ള 3 പ്രധാനപ്പെട്ട നയങ്ങൾ. ആദ്യം ഉദാരവൽക്കരണം, രണ്ടാമത് സ്വകാര്യവൽക്കരണം, മൂന്നാമത് ആഗോളവൽക്കരണം.